ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാകിസ്ഥാനായിട്ട് 15-ാം തീയതി കൊളംബോയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിന് സാധ്യത കൂടുതലാണെന്ന അറിയിപ്പോഴാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. വയറിൽ അനുബാധ തുടങ്ങിയ അഭിഷേക് ശർമ്മയുടെ ഫിറ്റ്നസ് ഇപ്പോൾ തിരിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ഥാനത്തിലേക്കുള്ള ഒരു അവസരം വീണ്ടും വന്നിരിക്കുന്നത്. പൂർണ്ണമായും നമുക്ക് ഉറപ്പിക്കാനും അത് സാധിക്കുകയില്ല. അത് നമുക്ക് നാളെ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സഞ്ജു കളിക്കുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നാളെയാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാകിസ്ഥാനായിട്ട് എതിരെ തന്നെ സഞ്ജുവിൻ്റെ ഒരു ഫോം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമായിരിക്കും. സഞ്ജു ഉണ്ടെങ്കിൽ തന്നെ സഞ്ജു, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യ എന്ന ടോപ്പ് ഓർഡർ ആയിരിക്കും കാണാൻ സാധ്യതയുള്ളത്. ഹർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ, റിങ്കു സിംഗ് എന്ന നിലയുണ്ടെങ്കിൽ തന്നെ, ശക്തമായ നിലയുണ്ടെങ്കിൽ തന്നെ സ്പിന്നിനെതിരെ നബിക്കെതിരെ ഇന്ത്യ പാടിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പാകിസ്ഥാൻ ശക്തമായ സ്പിന്നിങ് നിരയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അപ്പോൾ സ്പിന്നിന് അനുകൂലമായ പിച്ചായതിനാൽ തന്നെ പഞ്ചാബ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. ജസ്പ്രീത് ബുംറയുടെ തിരിച്ചറിവോടെ തന്നെ ടീം ശക്തമായി തുടരുന്നു. സ്പിന്നിങ് പിച്ചായതിനാൽ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ തിരിച്ചറിവ് കാണുകയും കൂടാതെ തന്നെ റിങ്കു സിംഗിന്റെ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാകിസ്ഥാനെതിരെ സഞ്ജു മികച്ച ഒരു 40-50 ഇന്നിങ്സ് ഒക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ ടീമിന് ബാക്കപ്പായിട്ട് അല്ലെങ്കിൽ ടീമിലേക്ക് അവസരം കിട്ടാനും ഒരു വിശ്വസ്ത ബാറ്റ്സ്മാനായിട്ടും സാധ്യതയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയ്ക്ക് ഇനി ഇൻഫെക്ഷനൊക്കെ വന്നാലും തന്നെ കൂടിയാലും തന്നെ ഇപ്പോൾ സഞ്ജുവിന് ഒരു വിശ്വാസം എല്ലാവർക്കും വരുന്നതായിരിക്കും. ഇപ്പോൾ സഞ്ജുവിൻ്റെ 22 റണ്ണ് 250 സെക്കൻഡിൽ അടിച്ചത് കോച്ചായ ഗൗതം ഗംഭീർ പ്രശംസിച്ചിരുന്നു. കൂടാതെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, ലോകമെമ്പാടും കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച നാളെ 15-ാം തീയതി കൊളംബോയിൽ വെച്ച് വൈകുന്നേരം 7 മണിക്കാണ് കളി നടക്കുന്നത്. ഇരു ടീമുകളും 2 കളി ജയിച്ചിരുന്നു. ഒന്നിൽ പാകിസ്ഥാനല്ല, ഒന്നിൽ ഇന്ത്യ, 2-ൽ പാകിസ്ഥാൻ. ഇരു ടീമുകൾ ടോപ്പ് 2-ലുള്ള ടീമുകളാണ്. അപ്പോൾ ഈ പാകിസ്ഥാനെ തോപ്പിച്ച് ഇന്ത്യക്ക് ഹാട്രിക് ജയം ജയിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. ഇന്ന് 14-ാം തീയതി മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് 60% കൊളംബോയിൽ. നാളെ അത് 50% ആവും. അപ്പം മഴ ശതമാനമുണ്ട്. ശക്തമായ മഴയ്ക്ക് ഒരു 50-50 ചാൻസാണ് കാണുക. കുറേ മത്സരങ്ങൾ മഴ കാരണം തന്നെ അത് നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത്. കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ ക്രിക്കറ്റ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ പാകിസ്ഥാൻ വിവരങ്ങളുമായിട്ട് നാളെ കൃത്യം കളി കഴിയുമ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.